ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ എന്നെ ശരിക്കും കരയിപ്പിച്ചു. സന്തോഷം കൊണ്ടാട്ടോ. സത്യത്തിൽ ഒരു കേക്ക് കട്ട് ചെയ്യാനോ ഒന്ന് മനസ്സറിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പക്ഷെ എൻ്റെ മക്കള് സർപ്രൈസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. കുട്ടികൾ പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ ഡാൻസ് ചെയ്യാണ്ടിരിക്കുമ്പോഴും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യാതെ ക്ലാസ്സിൽ വരുമ്പോഴും ഞാൻ അവരെ നല്ലോണം വഴക്ക് പറയാറുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 13-14 വയസ്സുള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ വെച്ച് ഞാൻ നല്ലപോലെ വഴക്ക് പറഞ്ഞു. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആ കുട്ടിക്ക് ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെയായിരുന്നു അന്ന് ക്ലാസ്സിൽ വന്നത്. മാത്രമല്ല ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയുടെ പാരൻറ്റിൻ്റെ ഒരു കോൾ. കുട്ടിയെ വഴക്ക് പറഞ്ഞതിന് കംപ്ലൈൻറ്റ്. മാം, ഇത് ന്യൂ ജനറേഷനാണ്, പഴയ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അവരെ മാനേജ് ചെയ്യാൻ പറ്റൂല, മാമിൻ്റെ രീതികൾ മാറ്റുന്നതാണ് നല്ലതെന്ന്. ഞാൻ ആ പാരൻറ്റിനോട് പറഞ്ഞു, നോക്കൂ, ഏത് ജനറേഷൻ ആയാലും ക്ലാസിക്കൽ ഡാൻസിലും സ്പോർട്സിലുമൊക്കെ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഡിസിപ്ലിൻഡായി സിസ്റ്റമാറ്റിക്കായി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റായി പഠിപ്പിക്കുന്നതും ചില കുട്ടികളെ വഴക്ക് പറയേണ്ടി വരുന്നതും. മാത്രമല്ല അവർക്ക് ടാലൻ്റ് ഉണ്ട്. ആ കുട്ടികൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അവർക്ക് ഒരുപാട് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഇൻസിഡൻറ്റ് പറയാൻ കാരണമുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മക്കളുടെ കണ്ണുകളിലെ സ്നേഹം കണ്ടപ്പോൾ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത എഫേർട്ട് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് കൂടുതൽ വ്യക്തമായി. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ, അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും എത്ര വഴക്ക് പറഞ്ഞാലും നമുക്ക് അവരോടുള്ള സ്നേഹവും കരുതലും അവർ തിരിച്ചറിയും. അതിൽ ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്നുള്ള വേർതിരിവുകളൊന്നുമില്ല.